ഷിരൂരിലെ തിരച്ചിലിനായുള്ള ഡ്രഡ്ജർ ഇന്ന് കാർവാർ തീരത്ത് എത്തിക്കും. കാറ്റിന്റെ ഗതിയും കാലാവസ്ഥയെ നിരീക്ഷിച്ച ശേഷമായിരിക്കും ഡ്രഡ്ജർ ഷിരൂരിലേക്ക് കൊണ്ടുപോവുക. നാവികസേനയുടെ പരിശോധനയിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും ആദ്യം തിരച്ചിൽ നടത്തുക. അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. അർച്ചന, ഈ ഡ്രഡ്ജർ എപ്പോൾ എത്തിക്കുമെന്നുള്ളതായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക മുഴുവൻ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കാർവാർ തീരത്ത് എത്തിക്കും, പക്ഷേ അപ്പോഴും ഷിരൂരിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴെന്നതിൽ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും, അല്ലേ? അതേ ശ്രുതി, അങ്ങനെ നീണ്ടൊരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അടുത്ത ദിവസങ്ങളിൽ പുനരാരംഭിച്ചേക്കും എന്നൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു ഗോവയിൽ നിന്നും ഡ്രഡ്ജർ ഷിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് വഴിയിൽ വെച്ച്, അതായത് കാർവാർ തീരത്തിന്റെ ഏകദേശം 15 കിലോമീറ്റർ ദൂരെ വെച്ച് ആ ഡ്രഡ്ജറിന് വഴി തടസ്സം ഉണ്ടാവുകയായിരുന്നു. അതായത് കാറ്റിന്റെ ഗതി, അതായത് വീശുന്ന കാറ്റിന്റെ ഗതി, കാറ്റിന്റെ വർധനവ് കാരണം ആ ഡ്രഡ്ജറിന് അവിടെ നിന്ന് പുറപ്പെടാൻ സാധിച്ചിരുന്നു. ഇന്നലെ രാത്രിയോളം ഡ്രഡ്ജർ ആഴക്കടലിൽ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ ഡ്രഡ്ജറിന് കാർവാർ തീരം അടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ആ ഡ്രഡ്ജർ കാർവാർ തീരത്തേക്ക് അടുക്കുന്ന മുറയ്ക്ക് എന്തായാലും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഡ്രഡ്ജർ എത്തുന്ന സമയത്ത്, അതായത് കാർവാർ തീരത്തേക്ക് എത്തുന്ന സമയത്ത് നാവികസേനയുടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അവർ പരിശോധിക്കും. അതായത് കാറ്റിന്റെ വേഗത, അതുപോലെ തന്നെ മഴക്കോള്, ഒപ്പം തന്നെ നമ്മുടെ ഉയർന്ന തിരമാലകളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഡ്രഡ്ജർ പിന്നെ കാർവാർ തീരത്ത് നിന്നും ഷിരൂരിലേക്ക് യാത്ര തിരിക്കുന്ന മുറയ്ക്ക്, അതായത് ഷിരൂരിൽ എത്തുന്ന മുറയ്ക്ക് ഈ ഒരു പരിശോധന, അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പരിശോധന പുനരാരംഭിച്ചേക്കും. ഇത് ഏകദേശം നാളെയോ മറ്റന്നാളോ ആയിട്ടായിരിക്കും ഇത്തരത്തിലൊരു തിരച്ചിൽ തുടരുക. ഇന്ന് എത്തുന്ന മുറയ്ക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ടായിരിക്കും എന്തായാലും തിരച്ചിൽ പുനരാരംഭിക്കുക. നമുക്കറിയാം, ജൂലൈ 15-ാം തീയതിയായിരുന്നു അർജുൻ ഇത്തരത്തിലൊരു അപകടം ഷിരൂരിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഒരു മാസത്തോളം നീണ്ട തിരച്ചിലായിരുന്നു ഷിരൂരിൽ അടക്കം നമ്മൾ കണ്ടത്. ഏകദേശം ഒരു മാസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചത്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്നോ നാളെയോ ആയിട്ട് അർജുനു വേണ്ടി തിരച്ചിൽ പുനരാരംഭിച്ചേക്കും എന്നൊരു വാർത്തയാണ് നമുക്ക് ഈ ഒരു നിമിഷങ്ങളിൽ ഇപ്പോൾ പങ്കുവയ്ക്കാനാകുന്നത്. ശരി, അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.